എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റില്ലി മാത്യു. ഞാൻ എലൈറ്റ് എക്സ്പെർട്ടൈസിൽ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എലൈറ്റ് എക്സ്പെർട്ടൈസിൽ ഡയറക്ടേഴ്സും ലെക്ചറേഴ്സും മിസ്സസ് ഹാരികയും മിസ്റ്റർ ഹാരിഫ് മുഹമ്മദുമാണ്. അവർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എലൈറ്റ് എക്സ്പെർട്ടൈസിൽ ക്യാപ്സ്, ഇന്ത്യൻ ഫാർമസിസ്റ്റ് റിട്ടേൺ എക്സാം, ഇന്ത്യൻ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം, PBC, PTE ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ ക്യാപ്സ് എക്സാമിന് 95% വിജയ ശതമാനം ഉണ്ടായിരുന്നു എലൈറ്റ് എക്സ്പെർട്ടൈസിന്. സോ നമ്മുടെ കൂടെ ഉള്ളത് റെജി ജോസഫ് ആണ്. കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ ക്യാപ്സ് ക്വാളിഫൈ ആയ കാൻഡിഡേറ്റ് ആണ്. സോ കൺഗ്രാറ്റുലേഷൻസ് റെജി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്ത് തോന്നുന്നു? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. കുറെ നാളത്തെ ശേഷം ഒരു ബിഗ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എക്സാമിൽ. അതിനുശേഷം ഞാൻ ഇപ്പോൾ എഴുതുന്നത്. ഞാൻ 2004 ബിഫാം കഴിഞ്ഞതാണ്. 2004 അതിനുശേഷം 2007 ഞാൻ ഇവിടെ UAE വന്നു. ഇവിടെ വർക്ക് ചെയ്യാണ് ഇപ്പോൾ. അപ്പോൾ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇത്ര നാൾ വർക്ക് ചെയ്തു, പിന്നെ ഒന്നും മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തതാണ് ഇത്. ഓക്കെ. അപ്പൊ വൈഫ് നേഴ്സാണ്. അപ്പോൾ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് പോകണമെന്ന് കുറെ നാളായിട്ട് പറയുന്നു. അങ്ങനെ ട്രൈ ചെയ്തതാണ്. അപ്പൊ ആക്ച്വലി ഞാനത് മാർച്ചിലാണ് എക്സാം ബുക്ക് ചെയ്തത്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ UAE. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി പല ടൈമിലാണ്, സ്പ്ലിറ്റും അങ്ങനെയൊക്കെയുള്ള. അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ലൈവ് ക്ലാസ് ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ഞാനെല്ലാം റെക്കോർഡഡ് ക്ലാസ്സാണ് മെയിൻ അടിച്ച് നോക്കുന്നത്. അപ്പോ മാർച്ചിൽ ഞാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നത്. അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു 1 month ഒരു റിവിഷൻ ക്ലാസ് എടുത്തു. ആൾക്കാരൊക്കെ നന്നായിട്ട് ആൻസർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ മിണ്ടാതിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പണി ശരിയാവില്ല, ഇങ്ങനെ പോയാൽ നമ്മൾ അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആരിഫ് സാറിനോട് ചോദിച്ചു, സാറേ ഞാൻ കംപ്ലീറ്റ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ ആരിഫ് സാറ് പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂലൈയിലേക്ക് മാറ്റി. എവിടെയാ റെജി പഠിച്ചതൊക്കെ? ഗ്രാജുവേഷൻ ഒക്കെ? ഞാൻ പഠിച്ചത് ഗ്രാജുവേഷൻ 2004 KM കോളേജിലാണ് പഠിച്ചത്, മധുരയിൽ. അതിനു മുമ്പ് ഞാൻ ഡിപ്ലോമ എടുത്തായിരുന്നു ഫാർമസിയിൽ. അത് കോയമ്പത്തൂരായിരുന്നു. അതിനുശേഷം ഞാൻ KM കോളേജ് മധുരയിൽ ബിഫാം എടുത്തു. 2018 ഒരു MFAM കൂടി എടുത്തു നമ്മുടെ ഇവിടെ കർണാടക കോളേജിൽ. അങ്ങനെയാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്. എന്തുകൊണ്ടാണ് ക്യാപ്സ് ചൂസ് ചെയ്തത്? ക്യാപ്സ് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ വൈഫിന് ഇപ്പൊ വെളിയിൽ പോകണമെന്ന് ഇവിടെ കുറെ നാളായി. പിന്നെ ഇവിടെ എല്ലാം ലോക്കലൈസേഷൻ കൂടുതലായ കാരണം ആൾക്കാര് പിന്നെ ഒരു ജോബ് സെക്യൂരിറ്റി. ഞാനിപ്പോ 10-16 വർഷമായി. പറയാൻ പറ്റില്ല ഇനിയിപ്പൊ നാളെ എന്നൊക്കെയുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. ഇവരുടെ ആൾക്കാർ വന്നാൽ നമ്മൾ മാറിക്കൊടുക്കണം. പിന്നെ ഒരു പിള്ളേര് പഠിച്ചുകൊണ്ടിരുവാണ്. അപ്പൊ അവർക്ക് ഒരു ലൈഫ് സെറ്റിൽ ആകാൻ വേണ്ടി എല്ലാവരും ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്റെ വൈഫിന്റെ റിലേറ്റീവ് എല്ലാം US-ലൊക്കെയാണ്. അപ്പൊ അവരും ഫോഴ്സ് ചെയ്യുന്നു എന്തിനാ ഇവിടെ ഇരിക്കുന്ന ഉള്ള രീതിയിൽ. അത് കാരണം ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ജസ്റ്റ്. എത്ര മന്ത്സ് ക്യാപ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു? മൊത്തം പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചാല് ഈ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, മാർച്ച് ഞാനൊരു ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ ശരിക്കും കാര്യമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു മാസം ഞാനൊരു ആനുവൽ ലീവ് ഉണ്ടായിരുന്നു. ആ ഒരു നാട്ടിൽ പോയില്ല. ആ ആനുവൽ ലീവാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്തത്. അത് കാരണമാണ് എനിക്ക് മെയിൻ ആയിട്ട് അതൊക്കെ നോക്കാൻ പറ്റിയത്. അപ്പൊ ഈ ജൂലൈയിൽ ഞാനത് പിന്നെ കംപ്ലീറ്റ് ഒരു 1 month ആനുവൽ ലീവ് എടുത്തിട്ട് ഇതിന് ബാക്കിലിരിക്കുകയാണ്. അങ്ങനെയാണ് അത് സംഭവം ക്ലിയർ ആയത്. അതും പിന്നെ മെയിനായിട്ട് എനിക്ക് വന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റില്ല വന്നത്. എല്ലാം ഈ ആരിഫ് സാറും ഹരിക മേഡം ഒക്കെ അതിന്റെ ബേസിക് പഠിപ്പിച്ചാർന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇവര് എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടാണ് എല്ലാം ചോദിച്ചത്. നമ്മൾ ഈ ഡയറക്റ്റ് മറ്റേ നമ്മൾ MCQ ഇവിടെ തരുന്ന പോലെ ഡയറക്റ്റ് ഒന്നും ചിലത് മാത്രമേ വരുന്നു, വളരെ വേറെ. ബാക്കിയൊക്കെ ഇൻഡയറക്റ്റ് ആകുന്നത്. അത് ആരിഫ് സാറും മറ്റേ ഹരിക മേഡം എല്ലാം അതിന്റെ ബേസിക് പഠിപ്പിച്ചാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി ഉണ്ടോ ക്യാപ്സ് പ്രിപ്പറേഷന്? ഡെയിലി നോക്കുക, എല്ലാ ദിവസവും അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. മെയിനായിട്ട് അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അതിന്റെ ബേസിക് പഠിക്കുക. പിന്നെ മോക്സ് അറ്റൻഡ് ചെയ്യുക. മെയിനായിട്ട് അതാ വേണ്ടത്. ഞാൻ ഇപ്പോഴും എന്റെ മോക്സിൽ കാൽക്കുലേഷനിൽ ഒരു മോക്സ് ഇതുവരെയായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് സമയമില്ല. ഇപ്പോഴും അറ്റൻഡ് ചെയ്ത് കിടക്കുക അതിനകത്ത് മോക്സിൽ. അപ്പൊ ശരിക്കും നമ്മൾ ആ മോക്സും അതിന്റെ കൂട്ടത്തിൽ അറ്റൻഡ് ചെയ്ത് പോയെങ്കിൽ വളരെ ഈസി ആയിരിക്കും.
ക്ലാസ് ഒന്നും മിസ്സാക്കണ്ട. എല്ലാ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും ലൈവ് വന്നില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്താലും മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ആ മോക്സ് കൂടെ അറ്റൻഡ് ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ കാൽക്കുലേഷൻ നോക്കുക. കാരണം വെച്ചാൽ എനിക്ക് വന്ന കാൽക്കുലേഷനൊക്കെ എക്സാം ടൈമിൽ വന്നു. പക്ഷെ എന്റെ ആ എല്ലാം നമുക്കറിയാം, പക്ഷെ എന്റെ ഫോർമുല നമ്മൾ മറന്നുപോയി. കാര്യമില്ലല്ലോ. അങ്ങനെ 1-2 കാൽക്കുലേഷൻ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തുള്ളൂ കറക്റ്റ്. ബാക്കിയൊക്കെ കാൽക്കുലേഷൻ എന്റെ കയ്യിൽ പോയി. കാരണം വെച്ചാൽ സംഭവം അറിയാം, പക്ഷെ ഫോർമുല ഒന്നും ഓർമ്മയില്ല. കാരണം ഞാൻ ആ റീസെന്റ് ലാസ്റ്റ് മന്തിലാണ് ഞാൻ ഒരു 1 വീക്ക് 2 വീക്സ് മുന്നെയാണ് ഞാൻ മാത്സ് മറ്റേ ഈ കാൽക്കുലേഷൻ എടുത്ത് നോക്കാൻ തുടങ്ങി. നമുക്ക് എക്സാമിന് കുറെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ ക്ലിയർ ചെയ്യാൻ എലൈറ്റ് എക്സ്പെർട്ടൈസ് ഹെൽപ്പ് ചെയ്തത്. അതാണ് മെയിൻ അവരുടെ ടാലന്റ് എന്ന് പറയുന്നത്. കാരണം അവർ അതിന്റെ ബേസിക് തൊട്ട് നമ്മൾ അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തുടങ്ങിയാല് നമുക്ക് അവരെന്താണ് പറയുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പിന്നെ നമ്മുടെ ഒരു ദൈവത്തിന്റെ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പാസ്സായി പോരാ. ഞാൻ ഇവിടെ ദുബായിൽ അറ്റൻഡ് ചെയ്തു. അപ്പൊ എന്റെ കൂടെ കുറച്ചൊരു 6-7 പേര് ഉണ്ടായിരുന്നു. എല്ലാരും ആ നിരാശയായിട്ടാ പോയത്. കാരണം ഫീലിംഗ് ആയിട്ടൊക്കെ പോയത്. ഇത് ഡയറക്റ്റ് വന്നത് കയ്യിൽ ഇതെങ്ങനെയാണോ ചോദിക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവരെ ഫാർമസി കൗൺസിലിനെ കുറെ ചീത്തൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കണ്ടോ, ഭാഗ്യം ഞാൻ ഇതിൽ ഈ എലൈറ്റിലേക്ക് കയറിയതാണ്, അല്ലെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബ്ലാങ്ക് ആയിരിക്കും. കാരണം ഞാൻ ഇത്രയും ഗ്യാപ്പ് ഉണ്ട് എനിക്ക്. 2004 ഞാൻ കഴിഞ്ഞു, പിന്നെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് കൂടുതൽ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആ വന്നത്. ശരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സാറിന്റെ മാമിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അത് വെച്ചിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഓരോ ക്വസ്റ്റ്യനും. അതെ. എനിക്ക് എന്നോട് ചോദിച്ച മെയിനായിട്ട് ഈ അൺലൈക്ലി, പിന്നെ അങ്ങനത്തെ മെയിൻ ക്വസ്റ്റ്യൻ വന്നത്. മോസ്റ്റ്ലി എനിക്ക് വന്നിരിക്കുന്നത്. ചിലത് മാത്രം വളരെ റയറായിട്ട് ഡയറക്റ്റ് ആയിട്ട് വന്നു. അതെ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചത് കിട്ടൂല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഭാഗ്യം നോക്കിയപ്പോ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് സംഭവം പാസ്സായി. എലൈറ്റ് എക്സ്പെർട്ടൈസിനെ വേറൊരു ക്യാപ്സ് ആസ്പിരൻസിന് എത്ര റെക്കമെൻഡ് ചെയ്യും? ഞാൻ 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വെച്ചാല് ഞാനിത് എലൈറ്റ് എനിക്ക് ആരും പറഞ്ഞു തന്നില്ല. ഞാനിങ്ങനെ ഓസ്ട്രേലിയക്ക് പോകണമെന്ന് തീരുമാനിച്ചപ്പോ ആദ്യം കാനഡയ്ക്ക് പോയപ്പോഴത്തേക്ക് അവിടെ വിചാരിച്ചു നമ്മളെ പോയി നമ്മള് PR എടുത്ത് പിന്നെ അവിടെ പോയ എക്സാം അവിടെ ചെന്നിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ എക്സാം ഇവിടെ വെച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ എളുപ്പം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. പിന്നെ എന്താ വെച്ചാല് എന്താ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത്? സോറി, റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാല് ഞാനിത് ഞാൻ ഗൂഗിൾ സെർച്ച് വഴി നോക്കിയപ്പോ എലൈറ്റില് 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാനത് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ നേഹ എന്ന് പറഞ്ഞ ആള്, എനിക്കറിയില്ല, പുള്ളിക്കാരി പറഞ്ഞ് ഇത് നിങ്ങൾക്ക് 100% ബിലീവ് ചെയ്യാം, ഞാൻ എന്റെ മെറ്റീരിയലൊക്കെ അയച്ചു തരാം, നിങ്ങളൊന്നും വേറെ മെറ്റീരിയൽ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ പ്രൊസീഡ് ചെയ്തത്. പിന്നെ നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത കാരണം കൂടുതൽ എളുപ്പമായി. അങ്ങനെ ജസ്റ്റ് അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ നോക്കിയപ്പോ റിവ്യൂ ഒക്കെ നല്ലതാണ്. അങ്ങനെയാണ് ഞാൻ ഇതിൽ ചേർന്നപ്പോ എനിക്കത് നഷ്ടമായിട്ട് തോന്നില്ല. ഈവൻ ഇപ്പൊ ഫെയിൽ ആയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ കുറെ ബേസിക് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കാര്യങ്ങളും നമ്മളിപ്പോ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഹോസ്പിറ്റൽ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറെ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്, മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്, ആൾക്കാർ വന്നു എടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ആരിഫ് സാറും ഹരിക മേഡം പറയുമ്പോഴാണ് ഇങ്ങനെയുണ്ട്, അതിന് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രിക്കോഷൻ എടുക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. മനസ്സിലായില്ല? അപ്പൊ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് ഉണ്ടോ ഇനിയും എഴുതാൻ പോകുന്ന ക്യാപ്സ് ആസ്പിരൻസിനോട്? സ്പെഷ്യൽ മെസ്സേജ് ഒന്നുമില്ല. നല്ലോണം ട്രൈ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് നഷ്ടമായിട്ടൊന്നും വിചാരിക്കണ്ട. ഇത് നിങ്ങൾ ചൂസ് ചെയ്തെന്നാല് നിങ്ങൾക്ക് അതിന്റെ ബേസിക്കും കാര്യങ്ങളും, നമ്മളിപ്പോ കോളേജിലൊക്കെ പഠിക്കുന്നത് ഡിഫറെന്റ് ആണ്. ഇവര് നമ്മൾ A to Z പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് കംപ്ലീറ്റ് ഒരു നോളജ് നമുക്ക് അറിയാൻ പറ്റും ഈ എലൈറ്റിലൂടെ. നമുക്ക് വേറെ ഇനിയിപ്പോ ആ ബുക്ക്, ഈ സദോസ്കർ, ആ ബുക്ക്, ഈ ബുക്ക് ഒന്നും പോയി തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് നമുക്കൊരു ജസ്റ്റ് ഒരു ഷോർട്ട് ആയിട്ട് ഒരു ബുക്കും അതിന്റെ MCQസും ക്വസ്റ്റ്യൻസും ബേസിക് എല്ലാം തരും. ഈവൻ കെമിസ്ട്രി, കാൽക്കുലേഷൻ, എന്താ വേണ്ട എല്ലാം കണ്ടാ. അപ്പൊ നമ്മള് വേറെ ബുക്കും തപ്പി നടക്കേണ്ട കാര്യമില്ല.
അപ്പോ ബെസ്റ്റ് ചോയ്സ് ആണ്, ഇനി വരുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ്. അപ്പൊ താങ്ക് യു റേജി, ഇന്റർവ്യൂവിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു. ആൻഡ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. വിസയ്ക്കാണെങ്കിലും താങ്ക് യു ആണെങ്കിലും PTO ഒക്കെ എഴുതിയെടുക്കാൻ പറ്റട്ടെ. താങ്ക് യു All സോ the മച്ച്. best. താങ്ക് യു Thank you. താങ്ക് യു താങ്ക് യു സോ മച്ച്.